വാണിജ്യ സിലിണ്ടറിന്റെ വില ഇങ്ങനെ കൂട്ടുന്നത്? അതേസമയം ഗാർഹിക പാചകവാതക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. നവമി ദിനേശ് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി കൊച്ചിയിൽ ചേരുന്നുണ്ട്. നവമി തിയേറ്ററിൽ നിന്നിറങ്ങി ഇനി ഹോട്ടലിലേക്കാണ്. അതായത് ഈ ഹോട്ടലുകൾ വല്ലാത്ത പ്രതിസന്ധി നേരിടുന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്നാമത് ഗ്യാസ് സിലിണ്ടർ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ ഇതാ വില മൂന്നാമതും കൂട്ടുന്നു. ഇത് ഒറ്റയടിക്ക് ഏതാണ്ട് 1000 രൂപ കൂടുന്ന സാഹചര്യം. എങ്ങനെയാണ് ഇതിനെ മറികടക്കാൻ കഴിയുക? എങ്ങനെയാണ് ഹോട്ടലുകാർ പ്രതികരിക്കുന്നത്? എന്തായാലും ഹോട്ടൽ ഉടമകളെ സംബന്ധിച്ച് വലിയൊരു ഇരുട്ടടി തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, യുദ്ധം കാരണം സിലിണ്ടറുടെ ക്ഷാമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കൊടുക്കുന്ന ആഹാരത്തിന്റെ ഇനങ്ങളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്ന ഒരു രീതിയിലാണ്. അല്പമൊക്കെ ഈ ബില്ലിൽ തന്നെ അല്പം ഉയർച്ച നമുക്ക് ആ ബില്ല് കിട്ടുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. സാധനങ്ങളുടെയൊക്കെ വില കൂട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തിനു പറയുന്നത്, നമ്മളൊരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോകുമ്പോൾ പോലും വലിയ വിലയാണ്. നാരങ്ങയുടെ വില കൂടി. അത് ഈ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഇന്ധനവില കുത്തനെ ഉയർത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ഹോട്ടൽ ഉടമകളോട് തന്നെ ചോദിക്കാം, അവരെങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധിയെ നേരിടാൻ പോകുന്നതെന്ന്. ചേട്ടാ, 900 രൂപയാണ് ഉയർത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് തന്നെയല്ലേ? തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടിലാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നതിൽ ഇപ്പോൾ 600 രൂപ കൂടുതൽ കൊടുത്താണ് ഞങ്ങളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്കിലാണ് നമുക്ക് തരുന്നതെന്ന് അവർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് നേരത്തെ ഞങ്ങൾക്ക് 6 തന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് 1 2 ഒക്കെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിപ്പോൾ അതില്ലാത്ത കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫുഡ് ഉച്ചക്കലത്തെ മീൽസ് നിർത്തിയിരിക്കുകയാണ്. മീൽസ് ഇല്ല. അത്യാവശ്യം ഞങ്ങൾ കൊടുക്കേണ്ട ഫുഡുകൾ മാത്രം ഈ കിട്ടുന്ന സിലിണ്ടറിൽ ചെയ്തുകൊണ്ടിരിക്കുക. പൊറോട്ട, ചപ്പാത്തി ഇങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. മീൽസ് എന്ന് പറയുന്ന പരിപാടി നമുക്ക് ഒരു ദിവസം 10-100 മീൽസ് പോയിക്കൊണ്ടിരുന്ന ആ മീൽസ് പോലും നമ്മളിപ്പോൾ നിർത്തിവെച്ചിട്ട് ഇപ്പോൾ 28 ദിവസമായി. ഇതുവരെയായിട്ട് നമുക്ക് ഗ്യാസ് കിട്ടാത്തത് കാരണം നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ വില കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ സാധനങ്ങളുടെ വില കൂടും. സ്വാഭാവികമായി നിങ്ങൾ ഉപഭോക്താക്കളെയാണ് ഇത് വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് 100% ഈ ഉപഭോക്താക്കളെ ബാധിക്കുകയും ചെയ്യും. ഈ വരുന്ന കസ്റ്റമേഴ്സ് പോലും നമ്മളോട് ഈ സാധനത്തിന് വില കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മൾ അതിന് മറുപടി പറയാൻ നിൽക്കേണ്ടി വരും. അത് നമുക്ക് അവരോട് പറയാൻ പറ്റുമോ? ഗ്യാസിന് വില കൂടിയത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം. ഓൾറെഡി നമ്മളോട് ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഫുഡ് നിങ്ങളിപ്പോൾ നല്ലതല്ല തരുന്നത്. കാര്യം നമ്മൾ നേരത്തെ കൊടുത്തോണ്ടിരുന്ന ലൈവിലാണ് ഫുഡ് കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ലൈവിൽ ഫുഡ് കൊടുക്കാൻ പറ്റുന്നില്ല. കാര്യം നമ്മൾ ലൈവിൽ ഫുഡ് കൊടുത്താൽ ചൂടുണ്ട്, ആൾക്കാർക്ക് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലൈവിൽ ഫുഡ് കൊടുക്കാത്തത് കാരണം പറയും ഇത് ചൂടില്ല. എന്തുകൊണ്ടാണ് ചൂടില്ല? ഞങ്ങൾ പറയുന്നത് സാറേ ഗ്യാസ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ക്ഷമിച്ചു പോകും. ചിലരങ്ങനല്ല, ചിലർ നമ്മളോട് കമൻറ്റ് ചെയ്യും, നിങ്ങളത് പറയേണ്ട കാര്യമുണ്ട്, നിങ്ങൾ ഇതിനെ പിന്നെ തുറന്ന് വെച്ചിരിക്കുന്ന അടയ്ക്കാൻ മേലെ എന്നും പറഞ്ഞ് നമ്മളോട് ചൂടാവുകയും ചെയ്യും. അതായിരുന്നു വരുന്ന ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളും വലിയ വിഷമത്തിലാണ്. തീർച്ചയായിട്ടും 100% വളരെ വിഷമത്തിലാണ്. കാര്യം ഗ്യാസ് സിലിണ്ടറിൻ്റെ പ്രശ്നം കാരണം ഒത്തിരി പ്രശ്നത്തിലാണ്. വരുമാനത്തെയും അത് വലിയ രീതിയിൽ തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട്. ബിസിനസ്സിനെ നല്ലോണമൊക്കെ ബാധിച്ചിട്ടുണ്ട്. കാര്യം നേരത്തെ നല്ലോണമൊക്കെ ബിസിനസ് നടന്നുകൊണ്ടിരുന്ന ഇപ്പോൾ അതിൻ്റെ ഒരു 40% പോലും ഇപ്പോൾ നടക്കുന്നില്ല നമുക്ക്. കാര്യം നമുക്ക് മീൽസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ വരുമാനം കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതില്ല. നമുക്ക് അതിലും പൈസ കുറവാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റാഫുകളുടെ എണ്ണവും സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കണമെന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാഫുകളുടെ എണ്ണം കുറച്ചിട്ട് കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ആൾക്കാർ തന്നെ വേണം. ഒരു ഐറ്റം ഇല്ലെന്നും പറഞ്ഞ് സ്റ്റാഫിനെ കുറച്ചിട്ട് കാര്യമില്ലല്ലോ. സ്റ്റാഫിനെ എങ്ങനെയാണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയല്ലേ പറ്റുള്ളൂ. അതാണ് വരുന്ന ഏറ്റവും വലിയ കുഴപ്പം. എന്തോ വലിയ ബുദ്ധിമുട്ട്. അതായത് ആ ഹോട്ടലിൽ ഏതാണ്ട് എത്ര സിലിണ്ടറുകളാണ് ഒരു ദിവസം ഉപയോഗിക്കേണ്ടി വരുന്നത്? അതായത് വേറെ ഒരു സിമ്പിൾ കണക്കെടുക്കാൻ വേണ്ടിയാണ്. ഏതാണ്ട് 1000 രൂപയാണല്ലോ ഇപ്പോൾ കൂടുന്നത്. അപ്പോൾ നേരത്തെ എത്ര സിലിണ്ടർ ഒരു ദിവസം ചിലവുമായിരുന്നു എന്ന് അവർക്കൊരു കണക്ക് കിട്ടാൻ വേണ്ടിയാണ്, നമ്മൾക്ക് അറിയാൻ വേണ്ടി മാത്രമാണ്. അതെ, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഒരു ദിവസം ഇവിടെ എത്ര സിലിണ്ടറാണ് ആവശ്യമുള്ളത്? ഒരു ദിവസം ഇവിടെ ഞങ്ങൾ 6 സിലിണ്ടറാണ് യൂസ് ചെയ്യുന്നത്. മിനിമം 6 സിലിണ്ടറാണ് ഒരു ദിവസം യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് വന്നിട്ട് കിട്ടുന്നത് 1 സിലിണ്ടറാണ് ഒരു ദിവസം. 3 ദിവസം മുമ്പ് ബുക്ക് ചെയ്താൽ കിട്ടുന്നത് 1 സിലിണ്ടറാണ് ഇത്, അല്ലെ 2 സിലിണ്ടർ അങ്ങേറ്റം പോയാൽ കിട്ടുന്നത്. നമുക്ക് ഒരു ദിവസം ഇവിടെ 6 സിലിണ്ടറിന് മിനിമം യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കത് കുറവായത് കാരണം നമ്മളുടെ ആഹാരത്തിൻ്റെ പരിപാടി നമ്മൾ കുറച്ചു. സാധനം നമ്മുടെ ആഹാരം കൊടുക്കുന്നത് പെർമനൻ്റായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ആഹാരങ്ങൾ കുറച്ചൊക്കെ അങ്ങോട്ട് ഞങ്ങൾ ചേഞ്ച് ചെയ്തു. പൊറോട്ട അങ്ങനെയുള്ള ഐറ്റംസ് ആക്കി, ബിരിയാണി അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണെന്ന് കസ്റ്റമറോട് പറഞ്ഞാലും അവരത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് അടയ്ക്കല്ലോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാൻ പറ്റുമല്ലോ. നമുക്ക് പെർമനൻ്റായിട്ട് ഒത്തിരി കസ്റ്റമേഴ്സ് ഉള്ളതാണ്. അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് തുറന്നിട്ടിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും വലിയ ചെയ്യുന്നത്. വിറകടുപ്പ് ഞങ്ങൾ താൽക്കാലികമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ഒരു ബിരിയാണി വെക്കാൻ വേണ്ടി മാത്രമേ, ബാക്കിയുള്ള കാര്യങ്ങളിൽ വിറകടുപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബിരിയാണി വെക്കാൻ വേണ്ടി മാത്രം വിറകടുപ്പ് താൽക്കാലികമായിട്ട് ചെയ്തിട്ടുള്ളൂ. അത് ടെമ്പററിയാണ്. അത് നല്ല ഇത് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റില്ല. അത് അലൗഡല്ല. ബിൽഡിങ്ങിൽ അലൗഡല്ലാത്തത് കാരണം അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അറിഞ്ഞ പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനോട് താല്പര്യമില്ലാത്തത്. അപ്പോൾ ഏതോ 6 സിലിണ്ടറാണ് ഈ ഹോട്ടലിൽ ഒരു ദിവസം വേണ്ടത്. അത് 10-15
സിലിണ്ടറുകൾ വേണ്ട ഹോട്ടലുകളും ഉണ്ട് നമ്മുടെ കൊച്ചി നഗരത്തിൽ. അപ്പോൾ ഒരു ദിവസം 6 സിലിണ്ടർ വേണ്ടിടത്ത് 1 സിലിണ്ടറാണ് ഇവർക്കിപ്പോൾ ലഭ്യമാകുന്നത്. ഇങ്ങനെ ഇപ്പോൾ വില കൂടിക്കഴിഞ്ഞാൽ ഇവർ എത്രമാത്രം അവരെ അത് ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചേട്ടാ, ഇപ്പോൾ ഹോട്ടലുകളുടെ സിലിണ്ടറിൻ്റെ വില കൂടി, അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ബില്ലിൻ്റെ വിലയും കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് അതിജീവിക്കുക? ജീവിച്ചല്ലേ പറ്റൂ, നമ്മൾ കഴിച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയല്ലേ പറ്റൂ. നമ്മളിപ്പോൾ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതല്ല ഇപ്പം എന്നാ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ ഒരു 100 പ്രാവശ്യം ആലോചിക്കേണ്ട അവസ്ഥയാണ്. പക്ഷെ മാസത്തിൽ ഒരു ദിവസമാണ് പുറത്തിറങ്ങി ഫുഡ് കഴിക്കുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ മലപ്പുറത്ത് നിന്ന് വരിക. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അവിടെ നിന്ന് കയറി കഴിക്കാമെന്ന് വിചാരിച്ചാൽ ആദ്യമായിട്ട് കയറുന്നതാണ്. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, കഴിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും. വീട്ടിൽ ഗ്യാസ് കിട്ടുന്നുണ്ടോ? വീട്ടിൽ കുഴപ്പമൊന്നുമില്ല, പ്രതിസന്ധിയൊന്നും ഇതുവരേക്ക് നേരിട്ടിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ എൽദോ വല്ലപ്പോഴും കൂടി പുറത്തിറങ്ങി ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു 100 തവണ ആലോചിക്കണം. കാരണം ഇതിൻ്റെ വില കൂടുന്നത്. മറ്റൊന്ന്, ഇവിടെ കൊച്ചി നഗരത്തെ സംബന്ധിച്ച് സ്വാഭാവികമായും വന്ന് താമസിക്കുന്നവരാണ് കൂടുതലും, യുവാക്കളാണ്. അവരൊക്കെ വീട്ടിൽ ഫുഡ് വയ്ക്കാൻ മടിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് ഈ 3 നേരം ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് ഇനി അല്പം ബുദ്ധിമുട്ടാവും. സ്വാഭാവികമായും ഈ ഗ്യാസിൻ്റെ വില കൂടിയതുകൊണ്ട് ഹോട്ടൽ ഉടമകളും വില വർദ്ധിപ്പിക്കും. അത് വലിയ പ്രതിസന്ധി തന്നെയാണ്. എന്തായാലും ഇതെല്ലാം ബാധിക്കുന്നത് ഉപഭോക്താക്കളെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. എൽദോ, എക്സാക്ട്ലി നവമി പറഞ്ഞതുപോലെ തന്നെ അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പോക്കറ്റിലെ കനമാണ് കുറയുക എന്നാണെങ്കിലും ആലോചിക്കുക. ആ ഹോട്ടലിൽ തന്നെ ഒരു ദിവസം 6 സിലിണ്ടറാണ് ഉപയോഗിക്കേണ്ടത് ശരാശരി. ചില ഹോട്ടലിൽ അതിലും കൂടുതൽ 10-15 സിലിണ്ടറുകൾ ഒറ്റ ദിവസം വേണ്ട ഹോട്ടലുകളുണ്ട്. അപ്പോൾ ഏതാണ്ട് 1000 രൂപ ഇപ്പോൾ മാത്രം കൂടിയ സാഹചര്യത്തിൽ ആലോചിച്ച് നോക്കൂ. 6000 രൂപ 6 സിലിണ്ടർ എടുക്കുന്ന ആ ഹോട്ടലാണെങ്കിൽ 6000 രൂപ അധിക ചിലവാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വില കൂട്ടിയേ മതിയാകൂ. അവരുടെ ജീവനക്കാർക്ക് ശമ്പളം, വാടക ഇതൊക്കെ കണക്കാക്കേണ്ടി വരും. നമുക്കൊന്നും അവരോട് തർക്കിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. ബില്ല് കണ്ട് അന്തിച്ചു പോകുന്ന സാഹചര്യമായിരിക്കും എന്നുള്ളത് മാത്രമാണ് പറഞ്ഞു വെക്കാനുള്ളത്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും ചേർന്നത്.